ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജോലി പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ കാലാവസ്ഥ എന്നുള്ളത്. ഈ കാലാവസ്ഥയെ മഴ പെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. അന്നത്തെ ദിവസം നമുക്ക് അഥവാ മഴ പെയ്തിരുന്നാൽ പോലും നമുക്കന്ന് പണി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറുന്നു. അത് രാവിലെ മഴ പെയ്യുകയാണെങ്കിൽ ഓണർ വിളിച്ച് പറയും, ഇന്ന് പണിക്ക് വരണ്ട, ഇന്ന് നല്ല മഴയാണ്, ഇന്ന് പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രധാന വിവരം നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് 23 മെയ് 2024. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം വളരെ വേഗം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറി ഒഡീസ തീരത്ത് ഏകദേശം ഒരു 150 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ അത് ശക്തിയോടെ വീശാൻ സാധ്യതയുണ്ട്. 26 മെയ് 24 രാത്രി 12 മണിയോടുകൂടി കരയിൽ പ്രവേശിക്കുന്ന ഈ ചുഴലിക്കാറ്റ് രാവിലെ 5 മണിക്ക് വളരെയധികം ശക്തി പ്രാപിക്കുകയും 8 മണിയോടുകൂടി ഏകദേശം 3 മണിക്കൂർ 8 മണി വരെ നല്ല ശക്തിയോടുകൂടി കരയിൽ പ്രവേശിക്കുകയും അതിനുശേഷം ശക്തി കുറഞ്ഞ് ഏകദേശം 1.5 ദിവസത്തോളം ആ പ്രദേശങ്ങളിൽ തന്നെ മഴയും കാറ്റുമായിട്ട് വീശാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഒരു ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ 4-5 ദിവസം കടലിൽ ചുറ്റിക്കറങ്ങിയതിന് ശേഷമായിരിക്കും കരയിലോട്ട് പ്രവേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് 2 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കുന്നത്. അത് ഏകദേശം 23-ാം തീയതി രൂപം കൊള്ളുന്ന ഈ ന്യൂനമർദ്ദം 26-ാം തീയതി രാത്രിയോടുകൂടി തന്നെയാണ്. 2.5 ദിവസം കൊണ്ടാണ് ഈ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു അത്യപൂർവമായിട്ടാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. കാരണം 4-5 ദിവസം എടുക്കേണ്ട കാര്യങ്ങൾ 2.5 ദിവസം കൊണ്ട് തന്നെ കരയിലോട്ട് പ്രവേശിക്കുന്ന ഈ സാഹചര്യത്തിൽ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.